ഇന്ത്യയിൽ വെസ്റ്റ് ബംഗാളിൽ നിപ്പ വൈറസ് കേസുമായി ബന്ധപ്പെട്ട ചില സാഹചര്യങ്ങൾ കണ്ടെത്തിയതോടെ ഇന്ത്യയിലേക്കുള്ള വിമാനയാത്ര ഇപ്പൊ സുരക്ഷിതമാണോ എന്നുള്ളൊരു കൺസേൺ ആളുകൾക്കിടയിൽ ഉണ്ടാവുന്നുണ്ട്. യു എയിലെ ഡോക്ടർമാർ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ അങ്ങനെ ഭയപ്പെടേണ്ട, യാത്ര ക്യാൻസൽ ചെയ്യേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ്. ഈ COVID-19 പോലെ ഫ്ലൂ പോലെ പെട്ടെന്ന് പടരുന്ന ഒരു രോഗാവസ്ഥയല്ല നിപ്പയുമായി ബന്ധപ്പെട്ട്. പക്ഷേ രോഗിയുമായിട്ടുള്ള ക്ലോസ് കോണ്ടാക്റ്റും പിന്നെ ഈ ഔട്ട് ബ്രേക്ക് ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വളരെ ഈ അത്തരത്തിലുള്ള ഫെസിലിറ്റികളിലൊക്കെ നമ്മൾ അകപ്പെട്ടാലൊക്കെ നമുക്ക് രോഗബാധ ഉണ്ടാകാം എന്നുള്ളതാണ്. നിങ്ങൾ ആവശ്യമായിട്ടുള്ള ചില മുൻകരുതലുകൾ എടുത്താൽ നിങ്ങൾ സുരക്ഷിതരായിരിക്കും എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഈ രോഗം വന്ന ആളുകളുമായി നിങ്ങൾ ക്ലോസ് കോണ്ടാക്ട് പാടില്ല എന്നുള്ളതാണ് ഒന്ന്. പേഴ്സണൽ ഹൈജീൻ വളരെ പ്രധാനപ്പെട്ടതാണ്. കൈകൾ കഴുകുന്ന അങ്ങനെയൊക്കെയുള്ള ശീലങ്ങളുണ്ടല്ലോ, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. മാസ്ക് ധരിക്കുക. ഈ സ്ട്രീറ്റുകളിലൊക്കെ കവർ ചെയ്യാതെ ഫുഡുകളൊക്കെ വെക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ഫ്രൂട്ട്സും ഒക്കെ കട്ട് ചെയ്ത് നമ്മൾ തുറന്നു വെച്ചിരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അത്തരം ഫുഡ് കഴിക്കുന്നത് ഒഴിവാക്കുക. റോ ഫുഡ് ഒഴിവാക്കുക. കൃത്യമായി പാകം ചെയ്തതല്ലാത്ത ഭക്ഷണം ഒഴിവാക്കുക. പിന്നെ ഈ ഔട്ട് ബ്രേക്ക് വരുന്ന സ്ഥലങ്ങളിൽ ഹോസ്പിറ്റൽ വിസിറ്റ് ഒക്കെ ചെയ്യുന്ന സാഹചര്യം വളരെ സൂക്ഷിക്കണം. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത്തരം സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിയാൽ മതി. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില മുൻകരുതലുകളാണ് ഡോക്ടർമാർ നൽകുന്നത്. വിസിബിൾ ആയിട്ടുള്ള രോഗലക്ഷണങ്ങളെല്ലാം കൃത്യമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ആളുകളെ കണ്ടെത്താൻ ഈ എയർപോർട്ട് സ്ക്രീനിങ്ങൾക്ക് കഴിയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇത് 100% ഫലപ്രദമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല എന്നും ഡോക്ടർമാർ പറയുന്നുണ്ട്. സാധാരണ ഉണ്ടാകുന്ന പനി, തലവേദന, തലകറക്കം, ബോധക്ഷയം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ലക്ഷണങ്ങൾ വരുന്നത്. ചുമ, വയറുവേദന, ഇനി മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, കാഴ്ചമങ്ങൽ തുടങ്ങിയ ലക്ഷണങ്ങളും അപൂർവമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. നിപ്പ വൈറസ് ബാധ ഇത്രയധികം ഭയപ്പെടാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് കൃത്യമായിട്ടുള്ളൊരു വാക്സിൻ, മരുന്ന് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. രോഗലക്ഷണങ്ങൾ വെച്ചുകൊണ്ടുള്ള ചികിത്സയാണ് പലപ്പോഴും ഡോക്ടർമാർ നടത്തുന്നത്. പക്ഷെ ഈ നിപ്പയ്ക്കെതിരായിട്ടുള്ള ഒരു വാക്സിൻ അത് അധികം വൈകാതെ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയും വൈദ്യശാസ്ത്ര രംഗം നൽകുന്നുണ്ട്. ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ എല്ലാ വിധത്തിലുള്ള മുൻകരുതലുകളും എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കോ ഒരു തടസ്സവും ഇല്ല. നമ്മുടെ കൃത്യമായ അവയർനെസ്സും നമ്മൾ എടുക്കുന്ന പ്രതിരോധ സംവിധാനങ്ങളുമാണ് നമ്മളെ സുരക്ഷിതരാക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി ഓർമ്മ വെച്ചേക്കുക.